ഇന്ന് എക്സാം ഉണ്ട് ഗൈസ്, അതിന് വേണ്ടി പോവുകയാണ്. ഇവിടെ അല്ല, ആക്ച്വലി മലപ്പുറത്താണ്. അത്യാവശ്യം 3 ബസ്സൊക്കെ കയറി വേണം പോകാൻ. ഞാൻ നേരത്തെ ഇറങ്ങാനൊക്കെ ആണോ വിചാരിച്ചതെന്നല്ലേ. ഞാൻ എപ്പം നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചാലും അപ്പോഴേ നേരം വൈകി ഇറങ്ങുള്ളൂ. പിന്നെ കോസ്റ്റ്യൂമൊക്കെ സെലക്ട് ചെയ്യേണ്ട ഗൈസ്, എക്സാമാണ് ശരി, പക്ഷെ നമ്മൾ ലുക്കിൽ പോകണ്ട, അതല്ല അതിൻ്റെ ഒരു രസം. പിന്നെ എനിക്ക് ഓൾ ടിക്കറ്റ് എടുക്കാണ്ടായിരുന്നു, അപ്പോൾ അക്ഷയ കയറി ഓൾ ടിക്കറ്റ് എടുത്തു. 3 ബസ് കയറി അവിടെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം ക്ഷീണിച്ച് കേട്ടോ. മലപ്പുറത്ത് MMETയിൽ വെച്ചിട്ടായിരുന്നു എക്സാം. ഞാൻ പോയപ്പോൾ ഗൈസ് അവിടെ ആരും എത്തിയില്ല കേട്ടോ, അതിന് മാത്രം. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച്, എന്താ ആൾക്കാരെത്താത്ത, ഒരു ടെസ്റ്റ് ഉണ്ട് ഗൈസ്. അങ്ങനെ ഇനി നെക്സ്റ്റ് പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അതിനുള്ള ഒരു പ്ലേസ് കണ്ടുപിടിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു വൃത്തിയുള്ള പ്ലേസ് അവിടെ നിന്ന് കിട്ടിയില്ല. അവിടുത്തെ ലൈബ്രറി ആയിട്ടാണ് തോന്നുന്നത്. എന്നാലും വേണ്ടില്ല ഗൈസ്, നമ്മളിനി ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്തോ ഉണ്ട് എന്നുള്ളത്. ഞാൻ പിന്നെ അധികം ഗ്രേവി ഐറ്റംസ് ഒന്നും കൂട്ടാത്തതുകൊണ്ട് ഉമ്മ ചിക്കൻ പൊരിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കാൻ കണ്ടിട്ടാണ് എവിടെ നിന്ന് അറിയില്ല. അവിടെ നിന്ന് 2 ടീം വന്നിട്ടുണ്ട്, അവിടുന്ന് പിന്നെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ, ഏതായാലും ഇതുവരെ വന്നല്ലേ ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ബുക്കിലൊക്കെ നോക്കി, പേപ്പർ നോക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ ആ ടിസ്റ്റ് മനസ്സിലാക്കുന്നത്. 40 മാർക്ക് തമിഴാണ് ഗൈസ്. ഓപ്പൺ ചെയ്ത പാടന്നെ തമിഴാണ് ചോദിച്ചിട്ടുള്ളത്. തമിഴ് വരുന്ന എനിക്ക് അറിയാൻ കേട്ടോ, പക്ഷേ ഇത്ര വരുന്ന അറിയില്ലായിരുന്നു. എന്തായാലും വേണ്ടില്ല, മാത്സ് ഒക്കെ തമിഴ് കൂടാണ് ഗൈസ് ചോദിച്ചത്. ബാക്കി 60 മാർക്ക് ജനറലായിരുന്നു. എന്തായാലും തമിഴിലുള്ള ഒരു 2 സെറ്റ് ചെയ്തെന്ന് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഗൈസ് ഞാൻ അന്ന് വള വാങ്ങിയിട്ടുള്ള വ്ളോഗ് ഇട്ടീനല്ലോ, സോ അത് ഞാൻ മാറ്റി ഗൈസ്. അത് എനിക്ക് വള ഇടാൻ ഭയങ്കര മടി. അപ്പം ഉമ്മ പറഞ്ഞ് ഇന്നലെ മാറ്റിയാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴാണ് ഗൈസ്, അവിടെ മെഹന്തി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, നേരത്തെ വന്നാൽ മതിയേനു, എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടുമല്ലോ. അങ്ങനെ ഗൈസ് ഞാൻ ഉള്ളിൽ കയറി ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ബ്രേസ്ലെറ്റിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്യാൻ വന്നത്. പക്ഷേ ബ്രേസ്ലെറ്റ് എടുക്കാൻ പോകുന്ന ആൾക്കാരെ കാണാൻ തന്നെ കേട്ടോ. അപ്പോഴാണ് ഞാൻ എൻ്റെ ചെരുപ്പിലേക്ക് നോക്കിയത്. ചെരുപ്പൊക്കെ നല്ല സുഖസുന്ദര കുട്ടപ്പനാക്കി ഞാൻ കൊണ്ടുവന്നാൽ, അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ബസ് കയറി ആകെ ചെളി തയ്ക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മുടെ ബ്രേസ്ലെറ്റ് കയ്യിലെത്തി, അത് മൂപ്പര് പാക്ക് ചെയ്യാണ്. അതിൻ്റെ കൂടെ ഗൈസ് ഞാൻ നൈസായിട്ടൊരു ഡയറിയും ചോദിച്ചു കേട്ടോ. അപ്പോൾ എനിക്ക് ഡയറിയും കൂടി തന്നു.